സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ബിസിനസ് എക്കണോമിക്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് കണ്ടത്. അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എല്ലാവരും വായിച്ച് നോക്കിയെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ MCQs കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമി എന്താണ് നോക്കിക്കേ. A socialist economy is also called as command economy or a centrally planned economy. Here, the resources are allocated according to the commands of central planning authority, and therefore market forces have no role in the allocation of resources. എന്താണ് പറയുന്നത്? ഇവിടെ റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത് ആരുടെ കമാൻഡ് പ്രകാരമാണ്? ഒരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയുടെ കമാൻഡ് പ്രകാരമാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പുറത്തു നിന്നുള്ള മാർക്കറ്റ് ഫോഴ്സസിനൊന്നും അവിടെ റോളില്ല. അണ്ടർ എ സോഷ്യലിസ്റ്റ് എക്കണോമി, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആർ എയിംഡ് അറ്റ് മാക്സിമൈസിങ് ദ വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. നമ്മൾ ക്യാപിറ്റലിസ്റ്റിൽ എന്താണ് പഠിച്ചത്? പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. പക്ഷേ ഇത് സോഷ്യലിസ്റ്റിലാണെങ്കിൽ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. എന്താണ്? ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എന്ത് ഒബ്ജക്റ്റീവ്, അവരുടെ ഗോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് മാക്സിമൈസിങ് വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. ഇനി സം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കണോമി ആർ collective ownership. There is collective ownership of all means of production and except small farms, workshops and trading firms which may remain in private hands. അതായത് കളക്റ്റീവായിട്ടുള്ള ഓണർഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്സെപ്റ്റ് സ്മോൾ ഫാം, വർക്ക്ഷോപ്സ് എന്നിവയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാത്തിൻ്റെയും ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒന്ന് കളക്റ്റീവാണ്. As a result of social ownership, profit motive and self-interest are not driving forces of economic activity as it is in the case of market economy. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റാണ് അതിൻ്റെ മെയിൻ എയിം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, പ്രോഫിറ്റ് മാത്രമല്ല അല്ലെങ്കിൽ സ്വയം ഏകാധിപത്യമല്ല, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഇതല്ല, അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ആണ്. അപ്പം അവിടെ പ്രോഫിറ്റിനല്ല അവർ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല, കളക്റ്റീവായിട്ടാണ് നോക്കുന്നത്. ഇനി എക്കണോമിക് പ്ലാനിങ്. ദർ ഈസ് എ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ടു സെറ്റ് ആൻഡ് അക്കംപ്ലിഷ് സോഷ്യോ എക്കണോമിക് ഗോൾസ്. ദാറ്റ് ഈസ് വൈ കോൾഡ് സെൻട്രലി പ്ലാൻ. അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും അതിനെ മുമ്പോട്ട് നയിക്കാനായിട്ട്. അവരാണ് ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ദ മേജർ എക്കണോമിക് ഡിസിഷൻസ് സച്ച് എസ് what to produce, when and how much to produce, etc. are taken by the central planning authority. മറ്റേടത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ ഇവിടെ ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഇനി ആബ്സെൻസ് ഓഫ് കൺസ്യൂമർ ചോയ്സ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ എന്താണ് പ്രത്യേകത? അവിടെ കൺസ്യൂമർ ആയിരുന്നു കിങ്. പക്ഷേ ഇവിടെ സോഷ്യലിസ്റ്റ് എക്കണോമിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൺസ്യൂമറിൻ്റെ ചോയ്സ് അല്ല, പിന്നെ ഫ്രീഡം ഫ്രം ഹങ്കർ ഈസ് ഗ്യാരണ്ടീഡ് ബട്ട് കൺസ്യൂമർ സോവറിനിറ്റി ഗെറ്റ്സ് റെസ്ട്രിക്റ്റഡ് ബൈ സെലക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് എല്ലാവർക്കും വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഹങ്കർ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ എയിം, അതായത് സോഷ്യൽ വെൽഫെയർ. അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രൊഡക്ഷൻ നടക്കില്ല. The range of choice is limited by planned production. However, within that range, an individual is free to choose what he likes most. അതായത് വളരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ, വെറൈറ്റീസൊക്കെ. എന്നാൽ പോലും ഒരു ഇൻഡിവിജ്വലിന് തന്നിരിക്കുന്നതിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റിലേറ്റീവ്ലി ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. എല്ലാവർക്കും ഒരേപോലെ ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം എന്നൊരു ഗോളും കൂടി വെച്ചിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. റിലേറ്റീവ് ഇക്വാലിറ്റി ഓഫ് ഇൻകം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സോഷ്യലിസം. ഇക്വാലിറ്റി ഓഫ് ഇൻകം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്.
Among other things, differences in income and wealth are narrowed down by lack of opportunities. അതായത് മറ്റുള്ളതിൽ നിന്ന് ഡിഫറൻസസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത് ആർ നാരോ ഡൗൺ ബൈ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു അക്യൂമുലേറ്റ് പ്രൈവറ്റ് ക്യാപിറ്റൽ. അതായത് പ്രൈവറ്റ് ക്യാപിറ്റൽ അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, അക്യൂമുലേറ്റ് ചെയ്യുന്നത് വഴി ഡിഫറൻസസ് ഇൻകവും നാരോയും എന്താണ് അവരുടെ വെൽത്ത് നാരോ ചെയ്യുന്നതുമൊക്കെ നമുക്ക് എന്താണ് വേറൊന്നുമല്ല, ഇൻകം ടാക്സ് ബാക്കിയുള്ള ടാക്സ് പിരിക്കുന്നത് വഴി ഒരാളുടെ മാത്രം കയ്യിൽ ഇൻകം നിൽക്കാതിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടേത് ഇപ്പം 10,000 രൂപയുള്ളവർ ടാക്സ് കൊടുക്കണം, 10,000 താഴെ ഇല്ലാത്തവർ കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 10,000 ഉള്ളവരെല്ലാവരും പൈസ കൊടുക്കുമ്പോൾ അവരുടെ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഈ രണ്ട് പേരുടെയും ഇൻകം 10,000, 5,000. അപ്പം 10,000 ഉള്ള ആളുകൾ ടാക്സ് കൊടുക്കണമെന്ന് പറയുന്നു, അതിന് താഴെയുള്ളവർക്ക് ടാക്സ് ഇല്ല. അപ്പം 10,000 ഉള്ള ആൾ ടാക്സ് കൊടുക്കുമ്പോൾ അയാളുടെ ഇൻകം പിന്നീട് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് 5,000 രൂപയാണ് ടാക്സ് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകവും പിന്നെ ഇങ്ങോട്ടേക്ക് താഴും 5,000 രൂപയിൽ. അപ്പം ഇക്വാലിറ്റി വന്നു, അതാണ് ഇവിടെ പറയുന്നത്. ഇനി മിനിമം റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് ഫോഴ്സസ്. അതായത് അവിടെ പ്രൈസ് മെക്കാനിസമോ മാർക്കറ്റ് ഫോഴ്സോ ഒന്നുമില്ല. ആരാണ്? ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. സിൻസ് ദ സ്റ്റേറ്റ് ഈസ് ദ സോൾ എൻ്റർപ്രണേഴ്സ് ദർ ഈസ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. അതായത് ഗവൺമെൻറ് തലങ്ങളിലാണ് ഇങ്ങനത്തെയുള്ള എക്കണോമീസൊക്കെ നടത്തുന്നത്. അപ്പം അവിടെ എന്താണ്, അവർക്കെതിരെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ USSR ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി. ചിലപ്പോൾ ചോദിക്കും USSR എന്തിൻ്റെ എക്സാമ്പിളാണ്? ക്യാപിറ്റലിസ്റ്റ്, മിക്സഡ്, സോഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഓൾ ഓഫ് ദ എബോവ് അങ്ങനെയൊക്കെ തരും. അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? സോഷ്യലിസ്റ്റ് എക്കണോമി. ഇനി തിരിച്ചും ചോദിക്കാം, സോഷ്യലിസ്റ്റ് എക്കണോമി ഇതിലേതാണ്? US, UK, USSR, വേറൊരു ക്യാപിറ്റലിസ്റ്റിൻ്റെയും കൂടെ പേര് ചെന്നിട്ട് അതും ചോദിക്കാം. അപ്പം തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ചാർട്ട് വരച്ചൊക്കെ എവിടെയെങ്കിലും ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്ത് വെക്കുക. ഇൻ ടുഡേയ്സ് വേൾഡ് ദർ ഈസ് നോ കൺട്രി വിച്ച് ഇസ് പ്യുവർലി സോഷ്യലിസ്റ്റ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ്ലി ഒരു രാജ്യം സോഷ്യലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർത്ത് കൊറിയ, ദ വേൾഡ്സ് മോസ്റ്റ് ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റ്, ഈസ് അനദർ പ്രൊമിനൻ്റ് എക്സാമ്പിൾ ഓഫ് എ സോഷ്യലിസ്റ്റ് എക്കണോമി. നോർത്ത് കൊറിയയും ഒരു പ്രൊമിനൻ്റ് എക്സാമ്പിളാണ്. അതർ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചൈന ആൻഡ് ക്യൂബ. ഇത് രണ്ടും എന്താണ്? സോഷ്യലിസ്റ്റ് ആണ്. ഇനി മെറിറ്റ്സ് എന്താണ്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ആൻഡ് പ്രൊവിഷൻ ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ഹെൽപ്പ്. ഇക്വാലിറ്റി ആണ് ഇവിടെ വരുന്നത്. ഇനി rapid and balanced economic development is possible in a socialist economy as the central planning authority coordinates all resources in an efficient manner according to set priorities. അതായത് ഒരു ബാലൻസ്ഡ്, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഈക്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രം കുറേ ഡെവലപ്പായി മറ്റിടത്ത് ഒട്ടും അങ്ങനെയല്ല, എല്ലായിടത്തും ബാലൻസ് ചെയ്ത് ഒരേപോലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള എക്കണോമീസിൽ പറ്റും. കാരണം ഇവിടെ കൺട്രോൾ ആരാണ്? സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ്. അപ്പം അവരെല്ലാവരുടെയും സോഷ്യൽ വെൽഫെയർ വെച്ചുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് എ പ്ലാൻഡ് എക്കണോമി. ഇൻ എ സോഷ്യലിസ്റ്റ് എക്കണോമി ആസ് ദ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി കോർഡിനേറ്റ്സ് all resources in an efficient manner according to set priorities. അതായത് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് എ പ്ലാൻഡ് എക്കണോമി. ഇൻ എ സോഷ്യലിസ്റ്റ് ദർ വിൽ ബി ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് മാക്സിമം പ്രൊഡക്ഷൻ. അവിടെ എന്തുണ്ടാവും? ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടാവും, മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാവും. വേസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം അവർ അവോയ്ഡ് ചെയ്യും. എക്കണോമിക് പ്ലാനിങ് സിൻസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻ്റ് ആണ്. സോ ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ്? അഡ്വർടൈസ്മെൻറ്റിനോ കാര്യങ്ങൾക്കോ ഒന്നും നമുക്ക്
വേസ്റ്റേജ് ഇല്ല. In a planned economy, unemployment is minimized, business fluctuations are eliminated, and stability is brought about and maintained. അതായത് അവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് മിനിമൈസ്ഡ് ആയിരിക്കും, ബിസിനസ് ഫ്ലക്ച്വേഷൻസും എലിമിനേറ്റ് ചെയ്യും, സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് മോട്ടീവ് ഹെൽപ്സ് ദ കമ്മ്യൂണിറ്റി ടു ഡെവലപ്പ്. അതായത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. കോപ്പറേറ്റീവ്, അതായത് സഹകരിച്ച് എല്ലാവരും മുന്നോട്ട് പോകും. ക്ലാസ് വാർ ഒന്നും, അതായത് ഞാൻ എന്താ പറയുക, ഹൈ ക്ലാസ് ലോ ക്ലാസ് അങ്ങനെ ഒരു വാർ ഒന്നും ഉണ്ടാവില്ല. ഇക്വാലിറ്റി ഇക്വാലിറ്റി അതാണ് ഇവരുടെ മോട്ടോ എന്ന് പറയുന്നത്. സോഷ്യലിസം എൻഷുവേഴ്സ് റൈറ്റ് ടു വർക്ക്, മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു ഓൾ. മിനിമം എല്ലാവർക്കും ഒരേപോലെ മിനിമം എങ്കിലും കൊടുക്കും. പിന്നെ റൈറ്റ് ടു വർക്ക് ഉണ്ടാവും. ഡീമെറിറ്റ്സ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസം ഇൻവോൾവ്സ് ദ പ്രിഡോമിനൻസ് ഓഫ് ബ്യൂറോക്രസി ആൻഡ് റിസൾട്ടിങ് ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ഡിലേസ്. മോർ ഓവർ എന്താണ്, ഇൻവോൾവ്സ് പ്രിഡോമിനൻസ് ഓഫ് ബ്യൂറോക്രസി, അതായത് ഗവൺമെൻറ് തലത്തിലുള്ള അവരാണല്ലോ നിൽക്കുന്നത്. അപ്പം ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിലൊക്കെ ധാരാളം ഡിലേ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കറപ്ഷൻ ഉണ്ടാകാൻ, അഴിമതി ഉണ്ടാകാനുള്ളത്. പിന്നെ ചുമന്ന നാടയിൽ കുരുങ്ങി റെഡ് ടേപ്പിസം, ഫേവറിറ്റിസം, അതായത് ഇവൻ എൻ്റെ ബന്ധുവായതുകൊണ്ട് ഇവന് കൊടുക്കാം കോൺട്രാക്റ്റ്, അങ്ങനെയൊക്കെ ചില ഫേവറിറ്റിസം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് റെസ്ട്രിക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ആസ് ദെയർ ഈസ് സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മെറ്റീരിയൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ നിയർലി ഓൾ എക്കണോമിക് ആക്ടിവിറ്റി. അതായത് എല്ലാം ചെയ്യണം, എന്ത് ചെയ്യണമെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ വാങ്ങിക്കണം. അതുകൊണ്ട് എന്താണ്, ഫ്രീഡം ഉണ്ടാവില്ല ഇൻഡിവിജ്വൽസിന്. ടേക്സ് അവേ ദ ബേസിക് റൈറ്റ്സ് സച്ച് എസ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ള നമ്മുടെ സ്ഥലം, ഇപ്പം നമ്മുടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെട്ടി കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ നിയമം. അതായത് പബ്ലിക് അതൊരു റൂളാണ്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ റൈറ്റ് എന്ത് പറ്റുന്നുണ്ട്, ഹനിക്കപ്പെടുന്നുണ്ട്. ഇറ്റ് വിൽ നോട്ട് പ്രൊവൈഡ് നെസസറി ഇൻസെൻറ്റീവ് ടു ഹാർഡ് വർക്ക് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, ഹാർഡ് വർക്ക് ഇൻസെൻറ്റീവ്സ് ഒന്നും കൊടുക്കുന്നില്ല. അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസസ് ആർ നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ഓൺ ദ ബേസ് ഓഫ് നെഗോസിയേഷൻ ബിറ്റ്വീൻ ദ ബയേഴ്സ്. ദർ ഈസ് നോ പ്രോപ്പർ ബേസ് ഫോർ കോസ്റ്റ് കാൽക്കുലേഷൻ. ഒരു പ്രോപ്പറായിട്ടൊരു ബേസിസ് ഇല്ല. സയൻറ്റിഫിക് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ദ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആർ ഇമ്പോസിബിൾ. ദ മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റിൻ്റെയും ക്യാപിറ്റലിസ്റ്റിൻ്റെയും തന്നെ രണ്ടും കൂടി ചേർന്നൊരു വേർഷനാണ്. മിക്സഡ് എക്കണോമി സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദ ബോത്ത് മാർക്കറ്റ്സ് ആൻഡ് ഗവൺമെൻറ്റ്സ് ഫോർ അലോക്കേഷൻ ഓഫ് ഇൻഡിവിജ്വലും ഗവൺമെൻറ്റും കൂടിയുള്ളതാണ്. In fact, every economy is real world make use of both markets and governments and therefore is mixed economy in its nature. അപ്പോൾ രണ്ടുപേരുടെയും, അതായത് ഗവൺമെൻറ്റിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും പ്രൈവറ്റ് ഓണർഷിപ്പും കൂടി ചേർത്താണ് ഇപ്പോഴത്തെ എക്കണോമി പോകുന്നത്. അതുകൊണ്ട് തന്നെ മിക്സഡ് ഇൻ നേച്ചറാണ്. ഇൻ എ മിക്സഡ് എക്കണോമി ദ എയിം ഈസ് ടു ഡെവലപ്പ് എ സിസ്റ്റം വിച്ച് ട്രൈസ് ടു ഇൻക്ലൂഡ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ കൺട്രോൾഡ് എക്കണോമി. അതായത് ക്യാപിറ്റലിസ്റ്റിൻ്റെ നല്ല കാര്യങ്ങളും സോഷ്യലിസ്റ്റിൻ്റെ നല്ല കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മിക്സഡ് എക്കണോമി വന്നു. വൈൽ എക്സ്ക്ലൂഡിങ് ദ ഡീമെറിറ്റ്സ് ഓഫ് ബോത്ത്. രണ്ടിൻ്റെയും ഡീമെറിറ്റ്സ് മാറ്റി നിർത്തി അവരുടെ നല്ലത് മാത്രം എടുക്കുക. ഇറ്റ് അപ്രീഷിയേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിത്ത് ദെയർ എംഫസിസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. അതായത് എന്താണ്, അപ്രീഷിയേറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതിൻ്റെ അഡ്വാൻറ്റേജസിനെ, ഇതിൻ്റെ പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെയും അഡ്വാൻറ്റേജസിനെ എന്ത് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. വാസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ദ USA ഈസ് ഡ്യൂ ടു പ്രൈവറ്റ് എൻ്റർപ്രൈസ്. അതായത് അവിടെയും രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് പോയത് എന്തുകൊണ്ടാണ്, അവിടുത്തെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് കാരണമാണ്. ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കണോമി. കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് രണ്ടും ഉണ്ട് അവിടെ. പിന്നെ പ്രൈവറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി സെക്ടർ ആർ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഈ ഒരു പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും കൂടി ചേർന്നാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇൻഡസ്ട്രീസ് ഇൻ ദിസ് സെക്ടർ ആർ ബേസ്ഡ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റാണ്. ദ സിസ്റ്റം ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇനിഷ്യേറ്റീവ് ഈസ് ഗിവൺ ഫുൾ സ്കോപ്പ്. However,
Private enterprise may be regulated by government directly and or indirectly by a number of policy. പക്ഷേ പ്രൈവറ്റ് ഇതാണെങ്കിൽ പോലും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അവർ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ട് ബൈ എ നമ്പർ ഓഫ് പോളിസി ഇൻസ്ട്രുമെൻറ്റ്, ധാരാളം പോളിസികൾ. അതായത് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇത്ര ലിമിറ്റുണ്ട്, നിങ്ങൾ ഇത് ഫയൽ ചെയ്തിരിക്കണം. എക്സാമ്പിൾ ലൈസൻസിങ്, രജിസ്ട്രേഷൻ, ആനുവൽ ഫയലിംഗ്, അതൊക്കെയാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പോളിസീസ്. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ഇൻ ദി സെക്ടർ ആർ നോട്ട് പ്രൈമറിലി പ്രോഫിറ്റ് ഓറിയൻറ്റഡ്. അവർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല, മറിച്ച് എന്താണ്, വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇനി രണ്ടും കൂടി ചേർത്ത് കമ്പൈൻഡ് സെക്ടർ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. എന്താണ്? എ സെക്ടർ ഇൻ വിച്ച് ബോത്ത് ദ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഹാവ് ഈക്വൽ ആക്സസ്, ജോയിൻ ഹാൻഡ്സ് ടു പ്രൊഡ്യൂസ് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ലീഡിങ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സെക്ടർ. അതായത് രണ്ട് പേരും, ഒരു ഭാഗം ഗവൺമെൻറ്റിൻ്റെ, ഒരു ഭാഗം പ്രൊഡക്ഷൻ ഗവൺമെൻറ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റ്, അങ്ങനെ രണ്ട് പേരും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കമ്പൈൻഡ് സെക്ടർ. മിക്സഡ് എക്കണോമി ഹാസ് ഫോളോയിങ് മെറിറ്റ്സ് അവൈലബിൾ ടു ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് ആൻഡ് സോഷ്യൽ. അതിന് രണ്ടിനും എതിരായിട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള ചില മെറിറ്റ്സ് ഉണ്ട്. എന്തിന്? മിക്സഡ് എക്കണോമിക്ക്. ഫ്രീഡം ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിച്ച് എൻഷുവേഴ്സ് ഇൻസെൻറ്റീവ് ടു വർക്ക് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് ഫ്രീഡം, എന്തിനു വേണ്ടിയിട്ടുള്ള, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻസെൻറ്റീവ് ടു വർക്ക് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. പ്രൈസ് മെക്കാനിസം, കോമ്പറ്റീഷൻ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ, എഫിഷ്യൻറ്റ് ഡിസിഷൻ. അതായത് കോമ്പറ്റീഷൻ വരുന്നത് മൂലം ബെറ്റർ റിസോഴ്സ് ഓഫ് അലോക്കേഷനും എഫിഷ്യൻറ്റ് ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ നടക്കും. കൺസ്യൂമേഴ്സ് ആർ ബെനിഫിറ്റഡ് ത്രൂ കൺസ്യൂമേഴ്സ് സോവറിനിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. കൺസ്യൂമേഴ്സിനും ബെനിഫിറ്റ് കിട്ടുന്നു. എന്തുകൊണ്ട്? കൺസ്യൂമേഴ്സ് സോവറിനിറ്റി, അവർക്കിഷ്ടമുള്ളത് ചോയ്സ് അവർക്ക് തിരഞ്ഞെടുക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇനി മറ്റേത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എന്തിറക്കുന്നോ അത് കഴിക്കുക. ഇപ്പം നമ്മുടെ റേഷൻ കടയിൽ പോയിട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞ് തരൂ, ഇല്ല, അവിടെ എന്താണോ ഉള്ളത് നമ്മൾ എടുക്കണം. പക്ഷേ ഇപ്പോൾ മിക്സഡ് എക്കണോമി വന്നപ്പം പലതുണ്ട്. നമുക്ക് എന്താണ്, നമുക്ക് റേഷൻ കടയിൽ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പ്രൈവറ്റായിട്ട് നമ്മൾ വാങ്ങിക്കാം. അപ്രോപ്രിയേറ്റ് ഇൻസെൻറ്റീവ്സ് ഫോർ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, കുറേ സ്ഥലത്ത്, പണ്ടത്തെ കാലത്ത് കുറേ സ്ഥലത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് ആയിരുന്നു. അതായത് പ്രൈവറ്റ് മാത്രമേ ഉള്ളൂ, പൈസ ഇല്ലാത്തവൻ തിന്നണ്ട എന്നുള്ളൊരു ആ ഒരു ഇതായിരുന്നു. പിന്നെ ചിലയിടത്ത് സോഷ്യലിസ്റ്റ് ആയിരുന്നു, എന്ന് വെച്ചാൽ ഗവൺമെൻറ് നിനക്ക് വേറെ ഒരു ചോയ്സും ഇല്ല, ഞങ്ങൾ എന്താണെന്ന് തരുന്നത് നീ അത് തിന്നുക, പക്ഷെ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പം എങ്ങനെയാണ്, മിക്സഡിൽ എന്താണ്, ഇത് രണ്ടും ഉണ്ട്, ക്യാപിറ്റലിസ്റ്റും ഉണ്ട് സോഷ്യലിസ്റ്റും ഉണ്ട്. അപ്പം പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും, സോഷ്യലിസ്റ്റ്, അതായത് ഗവൺമെൻറ് കൊടുക്കും, ഇല്ലാത്തവർ സ്വന്തമായി പൈസയുള്ളവർ പ്രൈവറ്റ് അവർക്കിഷ്ടമുള്ള ചോയ്സ് എടുക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ് 1 അല്ലെങ്കിൽ യൂണിറ്റ് 2 ചാപ്റ്റർ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്, അത് ഇതുമായി ബന്ധപ്പെട്ട MCQs കുറച്ച് നോക്കാനാണ്. അതിലെല്ലാം കവർ ചെയ്യില്ല, എന്നാലും പറ്റുന്നത്രയും കവർ ചെയ്യാൻ നോക്കാം. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, കാരണം ഈ പറഞ്ഞതുപോലെ കോമ്പറ്റീഷനാണ്. ഇപ്പം CA എന്ന് പറയുന്നത് എന്താണ്, ടഫാണെന്ന് പറയും. പക്ഷേ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. സോ വർക്ക് ഹാർഡ്. ഇനിയിപ്പോൾ നിങ്ങൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, നമ്മൾ തോറ്റ് ജയിക്കുമ്പോൾ അതിന് വേറൊരു എന്താ പറയുക, വേറൊരു സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിരിക്കും. എക്സാമ്പിൾ, നമുക്ക് 10 ദിവസം കഴിഞ്ഞ് ഒന്നും കഴിക്കാണ്ട് അയാളുടെ മുമ്പിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ട് വയ്ക്കുമ്പോൾ അയാളുടെ ആ ഒരു ഇമോഷൻ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക. സോ താങ്ക് യു.